ഇവിടെയാണ്. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നാട്ടിക്ക് മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ ഹബീബിന്റെ അരികത്ത് ചെന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹബീബിന്റെ അരികത്ത് ചെന്ന് സലാം പറയണം. ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ? അത് അല്ല. ഇവിടുന്ന് സലാം പറഞ്ഞു നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലേ, ആ സ്വലാത്ത് അവിടെ എത്തും. എന്തുകൊണ്ടെന്നറിയോ? പുണ്യനബി ഉഹദിലെ ശുഹദാക്കളെ ഇടക്കിടക്ക് പോയി കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാ ഉഹദ്, ഉഹദിലെ ശുഹദാക്കൾ. അവിടെയാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉള്ളത്, അവിടെയാണ് അംറു ബിൻ ജമൂഹ തങ്ങൾ ഉള്ളത്, അവിടെയാണ് അനസ് ബിൻ നദർ തങ്ങൾ ഉള്ളത്. ഒരുപാട് സ്വഹാബിമാർ കിടക്കുന്ന സ്ഥലമാണ്. പുണ്യനബി ഇടക്കിടക്ക് അവിടെ ചെന്ന് ഉഹദിലേക്ക് നടന്നു ചെന്ന് സിയാറത്ത് ചെയ്ത് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വരും. മദീനത്തെ പള്ളിയിൽ നിന്ന് തങ്ങൾക്ക് ദ്വാരന്നാൽ ഉഹദിലെ ശുഹദാക്കൾക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ? തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ദ്വാരന്നാ പോരെ? നമ്മുടെ പള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, പ്രിയപ്പെട്ടവർ മറവ് ചെയ്യപ്പെട്ട് കിടക്കുക. നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂലേ? വാപ്പാക്കും ഉമ്മാക്കും സ്വീകരിക്കും. എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം. വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്, മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ല്, നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല്. അവിടെ ചെന്ന് ദുആ ചെയ്യ്. ആര് പഠിപ്പിച്ചു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു പുണ്യം വേറെയാണ്. ജന്നത്തുൽ ബഖീഇലേക്ക് ഹബീബ് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് 10,000-ലേറെ സഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണത് ജന്നത്തുൽ ബഖീഅ. ബഖീഅ ഇപ്പൊ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് പോകും. ലൈലത്തുൽ ബറാഅത്തിന്റെ രാവിൽ ഹബീബ് അവിടെ പോയിട്ടുണ്ട്. എന്താ പോകുന്നത്? വീട്ടിൽ നിന്ന് വരണ പോലെ തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നത് യുക്തിവാദമല്ലേ? മരിച്ചാ തീർന്നു, പിന്നെ കഴിഞ്ഞു. അവിടേക്ക് പോയിട്ടൊന്ന് ജസദൊക്കെ പോയില്ലേ, റൂഹ് മാറിയും പോയി, പിന്നെ എന്താ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിനുള്ളിൽ വളരുന്ന യുക്തിവാദമാണ്. ആ ജസദിന് പ്രത്യേകതയുണ്ട്, പുണ്യമുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ